യെസ്, വെൽക്കം ടു വി സ്കൂൾ അഗൈൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഏരിയകൾ, അതിലെ ചോദ്യങ്ങൾ, ഓപ്ഷനുകൾ, അതുമായി ബന്ധപ്പെട്ട ആൻസറുകൾ, അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് ഇവയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി സ്കൂൾ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം കോമ്പറ്റേറ്റീവ് എക്സാം തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇംഗ്ലീഷ് ബാലികേറ മലയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. കാരണം ഇത് A to Z കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്തു. ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇംഗ്ലീഷിൽ നൗൺ മുതൽ വൊക്കാബുലറി വരെയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് അടുക്കും ചുറ്റടും കൂടി നിങ്ങളൊരു മത്സര പരീക്ഷ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ 30 days ഇംഗ്ലീഷ് കോഴ്സ്. കാരണം അതിനകത്ത് ടോപ്പിക്ക് പറഞ്ഞു പോവുക മാത്രമല്ല, വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഓരോ ചാപ്റ്ററിനും നമുക്ക് MCQ സീരീസും PDF നോട്ട്സും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ദ സെയിം ടൈം പ്രാക്ടീസ് ആണ്. സോ പ്രാക്ടീസ് മേക്ക് ദ ഫുൾ മാൻ എന്നാ പറയുക അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എന്താണോ ചെയ്യുക അതാണ് നമ്മുടെ ശീലമായി മാറുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഈ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, നിലവിൽ നമുക്കൊരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അതിലെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അതിനകത്ത് കൺസെപ്റ്റ് ക്ലാരിറ്റി വരണം. വെറുതെ പറഞ്ഞു പോയാൽ പോരാ, അത് പറയുന്നത് ശരിയാണോ, അവിടെ വരേണ്ടത് ഈസ് ആണോ, അവിടെ വരേണ്ടത് വാസ് ആണോ എന്ന് പറയുന്ന ധാരണ നമുക്ക് ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും കിട്ടണമെങ്കിൽ പരിശീലനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. സോ നമുക്ക് പരിശീലിക്കാം. നമ്മുടെ ടോപ്പിക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ 100% നിങ്ങൾക്ക് എന്താ പറയുക വിജയം ഉറപ്പ് തരാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് ഇനി പറയാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി യൂഷ്വലി ഡാഷ് ടു ദ ജിം എവറി മോർണിംഗ്. നിങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യം കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണെങ്കിലോ, ഗോ, ഗോസ്, ഗോൺ, ഗോയ്, ഇങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ എക്സാമുകൾ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ചോദ്യം, ഈ ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യും? നിങ്ങൾക്ക് ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കിയേ. ഇപ്പോൾ ഒരു ആൻസർ കിട്ടി കാണില്ലേ? ആ ആൻസർ തന്നെയാണോ നമുക്കിത് ചെക്ക് ചെയ്താലോ? ഓക്കെ, ശരി, ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം. ഹി യൂഷ്വലി ടു ദ ജിം എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം സാധാരണയായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ജിമ്മിന് പോകാറുണ്ട്. അപ്പോൾ യൂഷ്വലി, കോമൺലി, റെഗുലർലി, കണ്ടിന്യൂസ്ലി, ഫ്രീക്വൻറ്റ്ലി, alternately, once, daily, every day, once, hardly, scarcely, barely, seldom. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? യൂഷ്വലി, കോമൺലി, ഫ്രീക്വൻറ്റ്ലി, റെഗുലർലി, alternately, daily, every day, hardly, scarcely, barely, rarely, seldom, once. ഇങ്ങനെയുള്ള വാക്കുകൾ ഇവയെല്ലാം തന്നെ വിശേഷണ പദങ്ങളാണ്, ആഡ്വർബ്സുകളാണ്, ക്രിയാവിശേഷണങ്ങൾ. ഇങ്ങനെയുള്ള പദങ്ങൾ ഒരു വാചകത്തിൽ വന്നു നിന്നു പോയാൽ, കണ്ടുപോയാൽ, the sentence should be exposed in simple present. എന്തിൽ പറയണം? സിമ്പിൾ പ്രസന്റ് പറയണം. അങ്ങനെയെങ്കിൽ സിമ്പിൾ പ്രസന്റ് പറയാനായിട്ടൊരു പാറ്റേൺ ഉണ്ട്. സോ വി ഹാവ് എ പാറ്റേൺ ഹിയർ. ദ പാറ്റേൺ ലൈക്സ് സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം. അങ്ങനെ സബ്ജക്റ്റും വേർബിന്റെ ഫസ്റ്റ് ഫോം അടങ്ങുന്ന പാറ്റേൺ ആണ് സിമ്പിൾ പ്രസന്റ്. അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, അവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ. ഇതാണ് പാറ്റേൺ. നമ്മുടെ സബ്ജക്റ്റ് ആരാണ്? ഹി. ഹി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, ഷീ എന്ന് പറഞ്ഞാലും ഒരാളെ ഉള്ളൂ, ഇറ്റെന്ന് പറഞ്ഞാലും ഒരാളെ ഉള്ളൂ. ഓക്കെ, പേരുകൾ രാമു, രാജു, ലക്ഷ്മി, ദമ്മാല്യ, ആശ, അനു, ഇതൊക്കെ എന്താണ്? പേരുകളാണ്. ഈ പേരുകൾ എന്ന് പറഞ്ഞാലും ഓരോ ആളുകളെ കുറിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ അവിടെ നേരെ മറിച്ച് ദേ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പേര് കാണും. രാമു ആൻഡ് രാജു 2 പേരുണ്ട്, ലക്ഷ്മി ആൻഡ് അനു 2 പേരുണ്ട് അല്ലേ? അപ്പോൾ നോക്കൂ, ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സിംഗുലർ എന്നും, ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് പ്ലൂറൽ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, ഒരേ ഒരാളെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. സിംഗുലറായ വെർബ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറയാം. ഏതൊരു വെർബാണോ എസ്, ഇഎസ്, ഐഎസ് ഇതിൽ അവസാനിക്കുന്നത്, the verb should be called singular verb. ഒരു വെർബേ, ഒരു ക്രിയയെ എസ്സിലോ ഇഎസിലോ ഐഎസിലോ അവസാനിക്കുന്നെങ്കിൽ അത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സിംഗുലർ ഉണ്ട്?
ഗോസ് മാത്രമേ ഉള്ളൂ. ഗോ പ്ലൂറലാണ്, ഗോൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, ഗോയിങ് ഒരു കണ്ടിന്യൂസ് ഫോമിന്റെ കാണിക്കുകയാണ്. സോ നമുക്ക് ആൻസർ എന്താണ്? ഗോസ് ആണ്. അപ്പോൾ അവൻ എല്ലാ ദിവസവും ജിമ്മിന് പോകാറുണ്ടോ എന്ന് പറയുന്നത് അവന്റെ ശീലമാണ്, അവന്റെ ഹാബിറ്റ് ആണ്. അപ്പോൾ ഈ വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് ടു എക്സ്പ്രസ് ഹാബിറ്റ്സ്, ഹാബിച്വൽ ആക്ഷൻ. എന്താണ് ഹാബിച്വൽ ആക്ഷൻ? മറ്റൊന്ന് യൂണിവേഴ്സൽ ട്രൂത്ത്, സയന്റിഫിക് ട്രൂത്ത്, ജനറൽ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താണ്? സോ ആൻസർ ഗോസ്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഫോർ ദ എക്സാം റൈറ്റ് നൗ. ഈ പറയുന്ന സമയം അവൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നോക്കാം, ഒരു വാചകത്തിൽ നൗ വന്നാൽ, എന്ത് വന്നാൽ? നൗ വന്നാൽ. അടുത്തത് റൈറ്റ് നൗ വന്നാൽ, അപ്പോൾ നൗ റൈറ്റ് നൗ. അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ്, സ്റ്റിൽ ടുഡേ. ഒന്ന് കുറിച്ച് വെച്ചത് നിങ്ങൾ ബുക്കിൽ കുറിച്ച് വെച്ചോളൂ. നിങ്ങൾ കുറിച്ച് വെക്കുക. വരാൻ പോകുന്ന എക്സാമിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് തെറ്റരുത്. ഈ ക്ലാസ് കൊണ്ട് പ്രയോജനപ്പെടണം. അപ്പൊ ഏതൊക്കെ വാക്കുകളാണ്? നൗ, റൈറ്റ് നൗ, അറ്റ് ദിസ് മൊമെന്റ്, അല്ലെ? അറ്റ് പ്രസന്റ്, സ്റ്റിൽ, ടുഡേ. ഈ വാക്കുകൾ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ആ വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. എന്തായിരിക്കണം? പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് പറയാൻ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എങ്ങനെയാണെന്നറിയോ? സബ്ജക്റ്റ് പ്ലസ് ആമോ, ഈസോ, ആറോ കഴിഞ്ഞ് വേർബിന്റെ ING എന്ന് പറഞ്ഞ പാറ്റേൺ ആവണം. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. സ്റ്റഡീസ്, ഈസ് സ്റ്റഡിങ്, ഹാസ് സ്റ്റഡീഡ്, വാസ് സ്റ്റഡിങ്. അവിടെ ING വരുന്ന രണ്ട് ഓപ്ഷനുകളുണ്ട്. അതിൽ വാസ് വന്നാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസും, ഈസ് വന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസുമാണ്. ഇവിടെ ഷീ എന്ന് പറയുന്നത് ഒരേ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഈസ് ആപ്റ്റ് ആണ്, വാസ് ആപ്റ്റ് ആണ്. പക്ഷെ വാസ് ഉപയോഗിച്ചാൽ അത് പാസ്റ്റ് ആയി മാറും. ഇവിടെ പാസ്റ്റുമായി ബന്ധപ്പെട്ടതല്ല, നൗ പ്രസന്റുമായി ബന്ധപ്പെട്ടതാണ്. സോ ആൻസർ എന്താണ്? ഈ സ്റ്റഡിങ് ആണ് നമ്മുടെ ആൻസർ. തെറ്റില്ലല്ലോ. ക്ലൂ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെ പ്രയോജനപ്പെടുന്നു നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഡാഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക്. ഈ വാചകം വായിക്കുമ്പോൾ when we read the sentence, ഇതിനകത്ത് ടൈമുമായിട്ട് മെൻഷൻ ചെയ്തൊന്നുമില്ല. ഇത് പാസ്റ്റ് ആണെന്നോ, ഇത് പ്രസന്റ് ആണെന്നോ, ഫ്യൂച്ചർ ആണെന്നോ ഉള്ള ഒരു ക്ലൂ ഈ വാചകത്തിലില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ പറയുന്നു ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തീകരിക്കുമെന്നാണോ, പൂർത്തിയാക്കിയെന്നാണോ, അത് പൂർത്തിയാക്കുന്നു എന്നാണോ? ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആണ് നമ്മളെ will help us to do. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഫിനിഷ്, ഫിനിഷ്ഡ്, ഹാവ് ഫിനിഷ്ഡ്, ഹാഡ് ഫിനിഷ്ഡ്. ഇവിടെ ഫിനിഷ് ഉപയോഗിക്കണമെങ്കിൽ ഇത് പ്രസന്റ് ടെൻസ് ആണെന്ന് എടുത്തു പറയാനുള്ള ക്ലൂ വേണം. We must have a few clues. ഇവിടെ അങ്ങനെ ക്ലൂ ഉണ്ടോ? ഇല്ല. പ്രസന്റ് ആണെന്ന് പറയാനുള്ള എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ഈ വാചകത്തിൽ? ടുഡേ ഉണ്ടോ? ടുമാറോ ഉണ്ടോ? ഒന്നുമില്ല. ഉണ്ടോ? അപ്പോൾ ഇത് തെറ്റ്. ഈ ഓപ്ഷൻ മാച്ചിങ് അല്ല. ഫിനിഷ്ഡ്, അത് മാച്ചിങ് ആണോ? കഴിഞ്ഞു പോയ കാലമാണെന്ന് വെളിവാക്കുന്ന അല്ല എടുത്തു പറയുന്ന, ഡിനോട്ട് ചെയ്യുന്ന പാസ്റ്റുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടോ? നെവർ. അപ്പോൾ ഇത് ആപ്റ്റ് അല്ല. ഹാവ് ഫിനിഷ്ഡ് ആപ്റ്റ് ആണ്. നോക്കാം. ഹാഡ് ഫിനിഷ്ഡോ? ഹാഡ് ഫിനിഷ്ഡ് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന അവിടെയും വേണം. അതൊന്നുമില്ല. ഇങ്ങനെ ഒരു സൂചനയും ഇല്ല, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഹാവ് ഫിനിഷ്ഡ് ആണ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വാചകത്തിൽ ഒരു ടൈമും മെൻഷൻ ചെയ്യാതെ പറയാൻ പറ്റുന്ന ഒരു ടെൻസ് ഫോം ആണ് present perfect. Present perfect tense is used to express an immediate past, a past experience or influencing matter, but the time is not mentioned. ഇവിടെ കഴിഞ്ഞു പോയ കാലത്ത് നമ്മളെ സ്വാധീനിച്ച, നമുക്ക് മറക്കാനാകാത്ത ഒരു സംഭവം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ പറയുമ്പോൾ when we have to speak, ടൈം ഒരിക്കലും പറയാൻ പാടില്ല. never at all പറയാനേ പാടില്ല. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഹാവ് ഫിനിഷ് ആണ് കറക്റ്റ്. അപ്പോൾ പിടികിട്ടിയോ? അവിടെ ഫിനിഷ് ഉപയോഗിക്കണമെങ്കിൽ അവിടെ പ്രസന്റ് എന്ന് പറയാൻ സൂചന വേണം. ഇല്ല. ഫിനിഷ് പറയണമെങ്കിൽ അവിടെ പാസ്റ്റ് എന്ന സൂചന വേണം. അതുമില്ല. അവിടെ ഹാഡ് ഫിനിഷ്ഡ് പറയണമെങ്കിൽ പാസ്റ്റ് എന്ന സൂചന വേണം. അതുമില്ല. പക്ഷെ ഹാവ് ഫിനിഷ്ഡ് ഉപയോഗിക്കണമെങ്കിൽ ഒരു സൂചനയും വേണ്ട. നോ ക്ലൂ അറ്റ് ഓൾ. ഒരു ക്ലൂവും വേണ്ട. ഒരു ക്ലൂവും വേണ്ട. കാരണം സമയം പറയാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ്. നമ്മൾ പറയും ഇപ്പം അങ്ങോട്ട് പൂർത്തിയാക്കിയതേ ഉള്ളൂ എന്ന് പറയാറുണ്ട്, അല്ലേ? അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്നാ പറയുക.
പക്ഷെ ഇവിടെ നമുക്ക് പറയാം അത് ചെയ്തിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ട് എന്നൊക്കെ പറയുന്നൊരു ഫോമാണ് ഈ പോയിന്റ്. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ഹാവ് ഫിനിഷ്. ഇത് ഏത് ടെൻസാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിലെ ഗ്രാമറാണ്. അതിലും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യനും അതിൻ്റെ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയല്ല, ചോദ്യങ്ങൾ അതിനെങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നു എന്നതാണ് ഇതിലൂടെ ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാം ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കിടയിലുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമും നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മുടെ ലൈഫിൽ അതെന്തുമാത്രം നിർണായകമാകുന്നു എന്നതാണ് പ്രധാനം. സോ വിസ്കൂൾ ആഗ്രഹിക്കുന്നതും വിസ്കൂൾ ചെയ്യുന്നതും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. നിങ്ങൾ എഴുതുന്ന എക്സാമിൽ ഈ ചോദ്യങ്ങളുടെ ഫോർമുല അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഒരു ഫോമാറ്റ് ഉണ്ടാവണം. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണമായി മാറണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഡാഷ് ഹിയർ സിൻസ് 2015. 2015 മുതലേ അവൻ ഇവിടെ. ഓപ്ഷൻ വർക്ക്സ്, ഈസ് വർക്കിംഗ്, ഹാസ് വർക്ക്ഡ്, ഹാസ് ബീൻ വർക്കിംഗ്. വർക്ക്സ് വന്നാൽ അത് സിമ്പിൾ പ്രസന്റ്, ഈസ് വർക്കിംഗ് വന്നാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ്, ഹാസ് വർക്ക്ഡ് വന്നാൽ അത് പ്രസന്റ് പെർഫെക്റ്റ്, ഹാസ് ബീൻ വർക്കിംഗ് വന്നാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് NUOUS അല്ലേ? ശരിക്കും പറഞ്ഞാൽ സിൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതുപോലെ ഫോർ എന്ന് പറഞ്ഞ പോയിന്റ്, ഈ രണ്ട് പോയിന്റുകൾ ഏറ്റവും അധികം കാണുന്ന ഒരു ടെൻസ് ചോദിച്ചാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. എങ്ങനെയെന്ന് ഞാൻ പറയാം. എന്താ പ്രസന്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. എന്താണ് ഇപ്പോൾ? ഈ പറയുന്ന സമയം. ഇപ്പം നിങ്ങളുടെ വാച്ചിൽ ഒരു സമയം കാണും അല്ലേ? നിങ്ങളിപ്പോൾ കാണുന്നത് രാത്രിയിലാണെങ്കിൽ ആ രാത്രിയിലെ സമയം, പകലാണെങ്കിൽ പകലിലെ സമയം, രാവിലെ രാവിലെ സമയം, വൈകുന്നേരമാണ് വൈകുന്നേരത്തൊരു സമയമുണ്ട് ഇല്ലേ? യെസ്, ആ പറയുന്ന സമയം പ്രസന്റ്. ഈ ടൈമിൽ പെർഫെക്റ്റ് മീൻസ് കംപ്ലീറ്റ്. എന്താ പെർഫെക്റ്റ് മീനിങ്? കംപ്ലീറ്റ്. അപ്പോൾ ചേർത്ത് പഠിക്കണം. ഈ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് ആക്ഷനാണ് അല്ലേ? നമ്മൾ ആക്ഷനാണ്, പ്രവൃത്തിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന സമയത്ത് ഈ പ്രസന്റിൽ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യുന്നു എങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് പ്രസന്റ് പെർഫെക്റ്റ്. എന്താ പോയിന്റ്? ഈ പറയുന്ന സമയത്ത് നമ്മൾ ഏത് പ്രവൃത്തിയാണോ പൂർത്തീകരിക്കുന്നത് അതിന് പറയുന്ന പേരാണ് പ്രസന്റ് പെർഫെക്റ്റ്. എന്നാൽ ഈ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നില്ല, പിന്നെയും തുടരുന്നുവെങ്കിൽ അതാണ് ഗോ ഓൺ കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് കോൾഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഗ്രാമർ പഠിക്കാൻ ആരംഭിച്ചത് എത്രയോ ചെറുതിലാണ്. അന്നു മുതലേ പഠിച്ചു തുടങ്ങിയ പഠനം ഇപ്പോഴും പഠിക്കുന്നില്ലേ? ഇനിയും നിങ്ങൾ പഠിക്കില്ലേ? അപ്പോൾ കഴിഞ്ഞു പോയ കാലം പാസ്റ്റ്, ഈ പറയുന്ന സമയം പ്രസന്റ്, ഇനിയും തുടരും മുന്നോട്ട്, ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, അപ്പൊ 3 കാലങ്ങളുമാണ്. അതെ, ഇവിടെ പറയുന്നു 2015 മുതലേ വർക്ക് ചെയ്യാണ്. 2015 പാസ്റ്റ് ആണ്. ഇപ്പോൾ 2020, 25 കഴിഞ്ഞു, ഇനി 26ലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ 2015 മുതലേ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു, സ്റ്റിൽ ഇനിയും വർക്ക് ചെയ്യും എന്നാണ് പോയിന്റ്. നിങ്ങളൊരു സുഹൃത്തിനെയും കാത്ത് രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. സുഹൃത്ത് വന്നിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. നിങ്ങൾ 7 മണിക്ക് അദ്ദേഹത്തെ കാത്തു നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം 9 ഇനിയും അയാൾ വരുമെന്ന പ്രതീക്ഷയാണെങ്കിൽ ഇനി നിങ്ങൾ തുടരും. സോ നിങ്ങൾക്ക് എന്തിൽ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങളൊരു സ്കൂളിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു 4 മാസങ്ങൾക്ക് മുമ്പേ, ഇപ്പോഴും ആ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ഇനിയും ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ സോ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പോയിന്റ് 2015 മുതലേ അവൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. സോ ആൻസർ ഹാസ് ബീൻ വർക്കിംഗ്. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഡിയസ്, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഡാഷ് ദ പാർട്ടി എർലി. ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻ ഇങ്ങനെയാണ്: ലിവ്, ലിവിങ്, ലെഫ്റ്റ്, ഹാവ് ലെഫ്റ്റ്. ഇവിടെ ഈ ചോദ്യം വായിക്കുമ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു സൂചനയുണ്ട്. ഏർലി, നേരത്തെ. അപ്പൊ നേരത്തെ പുറപ്പെട്ടു എന്നൊരു ഫീലിംഗ് അല്ലേ? ഇവിടത്തെ ഓപ്ഷൻ ലീവ് ഉണ്ട്, ലീവിങ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ഹാവ് ലെഫ്റ്റ് ഉണ്ട്. ഇവിടെ ലീവ് ഉപയോഗിക്കണമെങ്കിൽ, ലീവ് പറയണമെങ്കിൽ ഇത് പ്രസന്റ് ആയിട്ട് തോന്നണം. ഇത് പ്രസന്റ് ആണോ? അല്ല.
ലീവിങ് ഇവിടെ പറയാൻ പറ്റില്ല. ലീവിങ് പറയണമെങ്കിൽ അവിടെ അതിന് മുമ്പിൽ ഓക്സിലറീസ് പറയണം. വെറുതെ ലീവിങ് പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു ing പറയുമ്പോൾ ing മുമ്പിൽ ഓക്സിലറി നിർബന്ധമാണ്. ഇവിടെ പറ്റില്ല. ലെഫ്റ്റ് പറയാം, ഹാവ് ലെഫ്റ്റും പറയാം. പക്ഷെ ഏർലി നേരത്തെ തന്നെ, അവർ നേരത്തെ പോയി എന്ന് പറയാം, നേരത്തെ പുറപ്പെട്ടു, അതൊരു കഴിഞ്ഞു പോയ കാലവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ വാചകം വരുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു ക്ലൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റ് ദേ ആണ്. സോ വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ആൻസർ എന്ത് വരും? സി ആണ്. ഓക്കെ, അപ്പോൾ എയർലി വന്നാൽ അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുക? പാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുക. പാസ്റ്റ് ടെൻസ് ആണ്. അതിൽ പാസ്റ്റിൽ 4 പേരുണ്ട്. അതിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ബിക്കോസ് ദ ക്ലൂ ഈസ് ഹിയർ, ദ ക്ലൂ ഈസ് ഹിയർ. ഏതാണത്? അത് ഏർലി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ലെഫ്റ്റ് ആണ്. പിടികിട്ടി നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ടി വി വെൻ ഷീ കോൾഡ്. വെൻ ഷീ കോൾഡ്, അവൾ വിളിച്ചപ്പോൾ. വെൻ അവൾ വന്നപ്പോൾ, അവൾ പോയപ്പോൾ, അല്ലെ? അവൾ പോയപ്പോൾ. ഇവിടെ അർത്ഥം അവൾ വിളിച്ചപ്പോൾ ഞാൻ ടി വി, യെസ്, ഞാൻ ടി വി കാണുന്നു എന്നാണോ, കണ്ടുകൊണ്ടിരിക്കുക എന്നാണോ, കണ്ടിട്ടുണ്ടായിരുന്നാണോ, എന്താണ് വേണ്ടതെന്നാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു ക്ലൂ പറയാം. ഇത് പാസ്റ്റ് ആണ്. ഇത് പാസ്റ്റ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന വാചകവും പാസ്റ്റ് തന്നെ വേണം. ഇവിടെ വരേണ്ടത് കഴിഞ്ഞു പോയ കാലം. അതിന് നമുക്ക് എന്ത് വിളിക്കാം? പാസ്റ്റ് എന്ന് വിളിക്കാം. ഈ കഴിഞ്ഞു പോയ കാലത്ത് ഒരു പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് മറ്റൊന്ന് സംഭവിക്കുന്നു. എങ്ങനെ? കഴിഞ്ഞു പോയ കാലത്ത് 2 പ്രവൃത്തികൾ സംഭവിച്ചു. ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നതിനിടയ്ക്ക് മറ്റൊന്ന് സംഭവിച്ചാൽ ഏത് പ്രവൃത്തിയാണോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് അത് പാസ്റ്റ് കണ്ടിന്യൂസിലാവും. ഇടയ്ക്ക് സംഭവിക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. എങ്ങനെ? കഴിഞ്ഞു പോയ കാലത്ത് 2 ആക്ഷനുകൾ സംഭവിച്ചു. ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയ്ക്ക് മറ്റൊന്ന് സംഭവിക്കുന്നെങ്കിൽ ഏത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് പാസ്റ്റ് കണ്ടിന്യൂസിലും, ഇടയ്ക്കുള്ളത് സിമ്പിൾ പാസ്റ്റ്. ഇപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് കിട്ടി, സബ്ജക്റ്റ് പ്ലസ് V2 കിട്ടി. ഇനിയുള്ളത് സോ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓപ്ഷൻ നോക്കാം. വാസ് വാച്ചിങ്, വാച്ച്ഡ്, ആം വാച്ചിങ്, ഹാഡ് വാച്ച്ഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? വാസ് വാച്ചിങ് ആണ് ആൻസർ. ഇവിടെ വാച്ച് വേണമെങ്കിൽ 2 സിമ്പിൾ പാസ്റ്റ് ആയി പോകും. അങ്ങനെ 2 സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ബെന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ വാച്ച് ചെയ്തു, അവൾ വിളിച്ചു, അങ്ങനെയാണെങ്കിൽ ബെന്ന് പറയില്ല. എന്താ അർത്ഥം? അവൾ വിളിച്ചപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ഞാനത് ചോദിച്ചപ്പോൾ അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ? അപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് 2 പ്രവർത്തികൾ സംഭവിച്ചു എന്ന് കരുതുക. എങ്ങനെ? ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊന്ന് സംഭവിക്കും. അങ്ങനെ എത്രയോ ആക്ഷനുകൾ, എത്രയോ മാറ്ററുകൾ നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട്. അത്തരമൊരു എക്സാമ്പിൾ മാത്രമല്ല ഇത്. അപ്പോൾ എന്താ പോയിന്റ്? ഏത് പ്രവൃത്തിയാണോ കഴിഞ്ഞ കാലത്ത് കണ്ടിന്യൂ ചെയ്തത് അത് പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയ്ക്ക് സംഭവിക്കുന്ന സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സെന്റൻസോട് എങ്ങനെയാ? സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V1 പ്ലസ് ing. ഇതാണ് മാറ്റർ. ഗോട്ട് ഇറ്റ്? ഞാനിവിടെ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എക്സ്പ്ലനേഷൻ മാത്രമാണ്, ടോപ്പിക്കായിട്ട് പറഞ്ഞു പോവുകയല്ല. കാരണം ഇതാണ് എക്സാമിന് നിങ്ങൾക്ക് ഇവിടെ പ്രയോജനപ്പെടുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഫിസ്കൂളിൻ്റെ ഏറ്റവും പ്രീമിയം കോഴ്സാണ് 30 ഡേയ്സ് മാജിക് പ്രോഗ്രാം എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ A to Z, അതായത് നൗൺ മുതൽ വൊക്കാബുലറി വരെയുള്ള എല്ലാ മേഖലകളും അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സുണ്ട്. ഏറ്റവും അധികം ആളുകൾ പർച്ചേസ് ചെയ്യുന്ന കോഴ്സാണത്. തീർച്ചയായിട്ടും ഇപ്പോഴാണെങ്കിൽ ഓഫർ പ്രൈസിൽ 490 അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. വരാൻ പോകുന്ന ഒരുപാട് ഡിഗ്രി പരീക്ഷകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? യൂസ്ഫുൾ ആണ് ആ കോഴ്സ്. സമയം പാഴാക്കരുത്. ലൈഫ് ഈസ് അവേഴ്സ്. ജീവിതം നമ്മുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ഡാഷ് ഇൻ ഡൽഹി ഫോർ 3 years ബിഫോർ മൂവിങ് ടു മുംബൈ. മുംബൈയിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് മുംബൈയിൽ പോകുന്നതിന് മുൻപ് എവിടെ? ഷീ ഡാഷ് ഇൻ ഡൽഹി ഫോർ 3 years. 3 വർഷക്കാലം. 1 വർഷമല്ല, 6 മാസമല്ല, 3 വർഷക്കാലം എന്ന് പറയുന്നതിലൊരു ഡ്യൂറേഷനാണ്, ഒരു ലോങ് ഡ്യൂറേഷൻ. അങ്ങനെ 3 വർഷക്കാലം അവൾ ഡൽഹിയിൽ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ ആയിരിക്കും പോയിന്റ് വരിക. നമുക്ക് ഓപ്ഷൻ നോക്കാം. ലിവ്ഡ്, ഹാഡ് ലിവ്ഡ്, ഹാസ് ബീൻ ലിവിങ്, ഹാഡ് ബീൻ ലിവിങ്. അപ്പോൾ താമസിച്ചു എന്നാണ്. അപ്പോൾ മുംബൈയിൽ പോയി അവിടെ ചെന്നു. അപ്പോൾ ഇതാണ് ഒരു ആക്ഷൻ, മുംബൈയിൽ പോയി. അതിന് മുമ്പത്തെ ആക്ഷൻ എന്താണ്? അവൾ താമസിച്ചു എന്നാണ് മറ്റൊരു ആക്ഷൻ. അപ്പോൾ സോ ഹിയർ വി ഹാവ് 2 ആക്ഷൻസ്, 1 by 1 ആക്ഷൻ ആണ്.
പക്ഷെ പറയുന്നത് ഈ 1/1 ആക്ഷൻ പറയുമ്പോൾ സംശയം ഉണ്ടാകാം. എങ്ങനെയാണ് 1/1 ആക്ഷൻ അടുത്തടുത്ത് അടുപ്പിച്ചടുപ്പിച്ചു ഒന്നിന് പിറകെ ഒന്നായി അടുത്തടുത്താണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റ് പറയുന്നത്. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ട്രെയിൻ പോയി, എയർപോർട്ടിൽ ചെന്നപ്പോൾ ഫ്ലൈറ്റ് പോയി, വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനും അമ്മയും വേറൊരു ഫംഗ്ഷന് പോയി. ഇങ്ങനെ 1/1 ആയി അടുത്തടുത്താണെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ഇവിടെ ഒരു കാലയളവ് തന്നിട്ടുണ്ട്. ഫോർ 3 years കാലയളവ്, ഡ്യൂറേഷൻ അത് കുറച്ച് കൂടുതലാണ് അല്ലേ? ഒരു 3 വർഷക്കാലം. അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മുംബൈയിൽ പോയി അല്ലെങ്കിൽ മുംബൈയിലേക്ക് മൂവ് ചെയ്തു, അതിന് മുൻപ് അങ്ങനെ മൂവ് ചെയ്യുന്നതിന് മുൻപ് 3 വർഷക്കാലം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് 2 പ്രവർത്തികൾ സംഭവിച്ചു. അതെങ്ങനെയാണ്? ഒരു പ്രവർത്തിക്ക് തൊട്ടു മുൻപ് മറ്റൊന്ന്. ആ മറ്റൊന്നെന്ന് പറയുന്നത് കുറച്ചു കാലമായി, കുറച്ച് മണിക്കൂറായി, കുറെ ആഴ്ചകളായി, കുറെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആക്ഷൻ നമുക്ക് പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയണം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് IN. ഈ ഒരു ഫോമാറ്റ് വേണം പറയാൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING. ഓക്കെ, അതായത് സ്കൂളിൽ 10 മണിക്ക് ബെല്ലടിച്ചു, അതിനു മുമ്പ് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു ഗവൺമെന്റ് സർവീസ് ലഭിച്ചു, അതിനു മുമ്പ് നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു അല്ലേ? അപ്പോൾ കിട്ടി അതിനു മുൻപ്, അവിടെ പോയി അതിനു മുൻപ്, ലഭിച്ചു അതിനു മുമ്പ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ മുംബൈയിലേക്ക് പോയി എന്നത് കറക്റ്റാണ്, ഒരു ആക്ഷനാണ്. അതിന് മുമ്പ് 3 വർഷക്കാലം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡ്യൂറേഷനാണ്. അങ്ങനെ ഡ്യൂറേഷൻ പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാറ്റേൺ ആയ ഹാഡ് ബീൻ ലിവിംഗ് ആണ്. ഹാഡ് ബീൻ ലിവിംഗ് ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, so next question, I dash it tomorrow. Tomorrow, next day, next year, next month. Future time. Tomorrow, next day, next month, next year, next week. ഇതെല്ലാം ഭാവി കാലങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. എക്സാമ്പിൾ, met, will meet, am meeting, how met. met പാസ്റ്റ് ആണ്, മാച്ചിങ് അല്ല. how met പ്രസന്റ് പെർഫെക്റ്റ് ആണ്, മാച്ചിങ് അല്ല. will meeറ്റും am meeting ഉപയോഗിക്കാം. ഇത് രണ്ടും ഇവിടെ ആപ്റ്റ് ആണ്. പക്ഷേ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? അത് തീർച്ചയായിട്ടും will meet ആണ്. അപ്പോൾ പോയിന്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് will അല്ലെങ്കിൽ ഷാൾ കഴിഞ്ഞ് വെർബിന്റെ ഫസ്റ്റ് ഫോം വരുന്ന വാചകമാണ് ഫ്യൂച്ചർ. അപ്പോൾ ഫ്യൂച്ചർ പ്രകടിപ്പിക്കാൻ, ഭാവി കാലം പ്രകടിപ്പിക്കാൻ, സോ വി ക്യാൻ യൂസ് will or shall is used to express future. സോ അത് മാത്രമല്ല, എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ we have to use, നമ്മൾ ഉപയോഗിക്കണം. എവിടെയാണ്? നമ്മൾ വില്ലിലും ഷാളിനും ശേഷം നമ്മൾ എന്താ പറയേണ്ടത്? വെർബിന്റെ ഫസ്റ്റ് ഫോം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ആൻസർ will meet ആണ്. ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ആണ്. എന്ത് ഫ്യൂച്ചർ ആണ്? സിമ്പിൾ ഫ്യൂച്ചർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ബൈ ദിസ് ടൈം ടുമാറോ, ബൈ ദിസ് ടൈം ടുമാറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ. അങ്ങനെ ഇങ്ങനെ ഒരു ക്ലൂ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ബൈ ചേർത്ത് ഭാവിയിലുള്ള ഒരു സമയം ചേർത്തു പറഞ്ഞാൽ അത് ഈ പാറ്റേൺ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലസ് will ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന പാറ്റേൺ ആയിരിക്കും. ഓപ്ഷൻ നോക്കൂ. will complete, have completed, will have completed, completed. നിങ്ങൾക്കറിയാം ഓപ്ഷൻ will have completed. അപ്പോൾ ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിനുള്ളിലോ ഒരു നിശ്ചിത സമയത്തിനുള്ളിലോ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാം ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ചെയ്യും. DS നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് ടെൻസ് ആണ് പഠിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇത് 1/1 ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിലുള്ള എല്ലാ സൂചനകളും നമ്മൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, സ്കൂളിലെ എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അവർക്കും പ്രയോജനപ്പെടണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.